ഹായ്, ഇന്ന് നമ്മളൊരു ഹോം ടൂർ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഹോം ടൂർ പറഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ ഒരു 4-5 വീഡിയോയിലായിട്ട് നമ്മൾ ഒരു 6-7 മാസമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ടാവും ഈ വീടിന്റെ. തൃശ്ശൂർ ഒരു സൈറ്റിൽ ഇന്റീരിയർ ചെയ്യുന്ന, അതേപോലെ സ്റ്റയർ കിച്ചണൊക്കെ ചെയ്യുന്ന വീട് നമ്മൾ കാണിക്കുന്നുണ്ടാവും. അപ്പൊ ആ വീടിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഹോം ടൂർ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മള് ഉണ്ണി സാറിന്റെ അടുത്താണുള്ളത്. നമസ്കാരം. സാറിന്റെ പേര് ഉണ്ണി സാറിനാണ്. എന്റെ പേര് ഉണ്ണി ശ്രീകുമാർ. ഞാനിവിടെ പൂമല ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് വീട് വരുന്നത് അത്താണി കേട്ടോ, തൃശ്ശൂർ അത്താണിയാണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നല്ല, അതായത് ഓവർ സൗണ്ടോ കാര്യങ്ങളോ ഇല്ലാത്ത നല്ല അടിപൊളി ഗ്രാമാന്തരീക്ഷമുള്ള സ്ഥലമാണ്. നല്ല നമുക്ക് സാധാരണ വണ്ടി പോണ സൗണ്ട് ഒക്കെ കേട്ടിട്ട് നമുക്ക് ആകതാവും. ഇത് നല്ല മെയിൻ റോഡിൽ നിന്ന് കുറച്ച് മാറിയാണല്ലോ, ഇത് കുറച്ചകത്തേക്കാണ്. അതെ അതെ. നമ്മളുടെ യൂട്യൂബ് ചാനൽ കണ്ട് വിശ്വസിച്ച്, കസ്റ്റമർ റിവ്യൂ കണ്ട് വിശ്വസിച്ച്, നമ്മുടെ ഷോപ്പ് ഷൊർണൂരാണ്, ഇത് ഏകദേശം തൃശ്ശൂരാണ്. ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ, അതായത് സാറിന്റെ ശരിക്കും സ്ഥലം മണ്ണുത്തിയാണ് ഇവിടെ വെച്ചിരിക്കുന്ന വീട്. അപ്പൊ അവിടെ നിന്ന് നോക്കി വെച്ചൊരു 50 കിലോമീറ്റർ ഡിസ്റ്റൻസില് നമ്മളെ വിശ്വസിച്ച്, അത് അത്യാവശ്യം നല്ല വലിയ വർക്ക് തന്നെയാണ്. കിച്ചൺ ഉണ്ട്, അത് എല്ലാ ആളുകളും ബോർഡിലും മറ്റേ WBC അങ്ങനെയുള്ളതിലൊക്കെ കിച്ചണൊക്കെ ചെയ്യുമ്പോൾ, സ്റ്റെയർ ടൈൽസില് കാര്യങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ ഫുള്ള് ഡിപ്പോത്തേക്കില് സാറിന്റെ ഒരു ആഗ്രഹമായിരുന്നു ഫുള്ള് ഡിപ്പോയില് വേണമെന്ന്. അത് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലൂടെ നമ്മളെ കൊണ്ട് സാധിച്ചാൽ നമുക്ക് ഭയങ്കര ഹാപ്പി ഉണ്ട്. അത് ഫുള്ള് സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ കസ്റ്റമർ. അപ്പൊ നമ്മളിപ്പോ വർക്ക് കഴിഞ്ഞിട്ട് അങ്ങനെ പോവല്ല. അപ്പൊ കസ്റ്റമറുടെ അടുത്ത് നമ്മളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിക്കാം. വീട് പണിയുന്ന ഏതൊരാളുടെയും മനസ്സിലെ ഒരു ആശങ്കയായിരിക്കും, പ്രത്യേകിച്ച് ഇന്റീരിയർ ഒക്കെ എത്തുമ്പോൾ എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ച് ഇന്റീരിയർ പണിയണം എന്നുള്ളത്. എനിക്കത് വളരെയധികം ആശങ്ക ഉണ്ടായിരുന്നൊരു കാര്യമായിരുന്നു. ഇപ്പൊ മാർക്കറ്റിൽ WPC തുടങ്ങിയ ഒരുപാട് പുതിയ മെറ്റീരിയലുകളൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ എൻ്റെ മനസ്സിൽ എപ്പോഴും ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെ വുഡ് കൊണ്ട് തന്നെ ചെയ്യണം എന്നായിരുന്നു എൻ്റെ പണ്ടുതൊട്ടുള്ള ഒരു ആഗ്രഹം. പക്ഷെ വുഡിനുള്ള കുറെ ഡ്രോബാക്സ് ആയിട്ട് പറയപ്പെടുന്നത്, ഇത് ടെർമൈറ്റ് പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്, അതുപോലെ സീസൺഡ് അല്ലെങ്കിൽ വുഡിന് ഷ്രിങ്കേജ് കൂടും, ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ വുഡിനുണ്ട്. അതേസമയം WPC ആണെങ്കിൽ പെട്ടെന്ന് പണി തീരും, ഫിനിഷിങ് നല്ലതായിരിക്കും. അപ്പൊ ഞാനും ചിന്തിച്ചിരുന്നു WPCയിലേക്ക് പോകണോ എന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് ഈ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിനെ പറ്റി പറയുന്നതും അങ്ങനെയാണ് ഞാൻ അവിടെ വരുന്ന സമയത്തും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ഇതൊരു ഫർണിച്ചർ ഷോപ്പാണ്. എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു വീടിന്റെ ഇന്റീരിയർ മൊത്തം ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് എത്രത്തോളം നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന് അത് എത്രത്തോളം സാധിക്കും എന്നുള്ളത് എനിക്ക് ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇവിടെ അന്ന് നിങ്ങൾ നിലമ്പൂരിലെ മണിയേട്ടനും അതുപോലെ ആൾക്കാരെല്ലാം വന്ന് ഇവിടെ മെഷർമെന്റ് ആദ്യത്തെ ദിവസം തന്നെ എടുത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സംസാരിച്ചൊരു ധാരണ എത്തി.